സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയിട്ടും അവിടെയും അങ്ങനെ പച്ചപിടിക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം തൃശൂർ DCC കമ്മിറ്റി തന്നെ സന്ദീപ് വാര്യറിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ആരാണ്? ഇനി തൃശൂരിലെ പരിപാടികൾക്ക് വിളിക്കണ്ട എന്നാണ് കോൺഗ്രസിന്റെ DCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സന്ദീപ് വാര്യരെ ഒരു സുരേഷ് ഗോപി ചമയാൻ ശ്രമിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. സുരേഷ് ഗോപി സ്വയം പ്രഖ്യാപനം നടത്തിയ ആളല്ലേ. സ്വയം പ്രഖ്യാപനം നടത്തിയിട്ട് അത് തിരിച്ചടിയൊന്നും ഉണ്ടായില്ല. BJPയുടെ സംസ്ഥാന ഘടകത്തിനകത്ത് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് കേന്ദ്ര നേതൃത്വവുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്, അമിത്ഷായും മോദിയുമായിട്ടുള്ള. അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് മാറി നിൽക്കേണ്ടി വന്നു. അപ്പം ഇതൊക്കെ കണ്ടിട്ടാണല്ലോ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോകുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലും അങ്ങനെ ഒരു രീതി പ്രയോഗിച്ചു നോക്കാം. പിന്നെ കോൺഗ്രസ്സിൽ അതൊരു പുതുമയുള്ള കാര്യമല്ല. അത് പലപ്പോഴും കോൺഗ്രസ്സുകാരിങ്ങനെ അങ്ങ് തീർച്ചപ്പെടുത്തും. അവർ ഒരു മണ്ഡലത്തിന് തന്നെ നിരവധി പേരുണ്ടാവും, ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരിക്കും. അല്ല, അവരെ നോക്കുമ്പോഴാണ് പുതിയ ഒരാൾ വന്ന് അവിടെ പ്രഖ്യാപനം നടത്തുന്നത്. അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. പ്രഖ്യാപനം നടത്തി ഇനിയും പാർട്ടി അംഗീകരിച്ച് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാലുവാരാനായിട്ട് അവിടെ ആൾക്കാരും ഉണ്ട്, അത് ചെയ്യും. സാക്ഷാൽ മുരളീധരനെ കാലുവാരിയ ഇടമാണ്. അല്ല, പക്ഷെ ഇത് കുറച്ച് കൂടുതലല്ലേ? ഇനി കോൺഗ്രസിന്റെ ഒരു പരിപാടിക്കും തൃശ്ശൂരിൽ കയറുന്നതാണോ? അതിപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് പോലെ തന്നെ കിട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു പരിപാടിക്കും അങ്ങോട്ടേക്ക് കയറ്റത്തുമില്ല, മറ്റ് BJPക്കാർ കാല് തല്ലി ഓടിക്കും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതേ അവസ്ഥ തന്നെ ഈ സന്ദീപ് വാര്യർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയിലേക്കല്ലേ അത് കൊണ്ടുപോകത്തുള്ളൂ. കാരണം സന്ദീപ് വാര്യരുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് സൈഡാണ്. പാലക്കാട് സ്വദേശിയാണെങ്കിലും തൃശ്ശൂരും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വലിയ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചത്, സുരേന്ദ്രനെ വെല്ലുവിളിച്ചത്. അത് സുരേന്ദ്രനെ വെല്ലുവിളിച്ചതെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനോട് വ്യക്തിപരമായി സന്ദീപ് വാര്യർക്ക് ദേഷ്യമുണ്ട്, ഒരു പകയുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സന്ദീപ് വാര്യർക്ക് അറിയാം സുരേന്ദ്രൻ ഇതങ്ങ് കയറി പിടിക്കുമെന്നറിയാം. സുരേന്ദ്രൻ ഉടനെ പ്രഖ്യാപിക്കും, പിന്നെ ഞാൻ അവിടെ മത്സരിക്കാം എന്നും പറഞ്ഞ്. പക്ഷെ സുരേന്ദ്രൻ അല്ലാതെ തന്നെ അവിടെ ആ മണ്ഡലം നോട്ടമുണ്ട്. കാരണം BJPക്ക് ജയസാധ്യത ഉറപ്പുള്ള ഇടമാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ ഗ്രൗണ്ട് സപ്പോർട്ടും കൂടെ ഉണ്ട്. കാരണം ആ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് 2 നിയമസഭാ സീറ്റെങ്കിലും പിടിക്കണമെന്ന് ഉണ്ട്. അത് സുരേഷ് ഗോപിക്കും ഉണ്ട്. കാരണം സുരേഷ് ഗോപിയുടെ അഭിമാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വോട്ട് വിവാദമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജനപിന്തുണയുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവിടെ സുരേഷ് ഗോപിക്ക് ഇത് ഒരു പ്രസ്റ്റീജായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് ഇത് പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സുരേന്ദ്രൻ അവിടെ കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നതിൽ തെറ്റു പറയേണ്ട കാര്യമില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ അനുവദിച്ചു കൊടുക്കത്തില്ല, അങ്ങനെ സ്വയം പ്രഖ്യാപനത്തിന് ഇട കൊടുക്കത്തില്ല. അത് വളരെ കാര്യങ്ങളൊക്കെ നോക്കി അമിത്ഷായും കൂടെ ചേർന്ന് തീർച്ചപ്പെടുത്തിയിട്ടേ അത് കൊടുക്കത്തുള്ളൂ. അല്ലാതെ സുരേന്ദ്രൻ ഇവിടെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ തീർച്ചപ്പെടുത്തത്തില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസ് വലിയ ജാഗ്രതയിലായിരിക്കും. ഒരു യുവ നേതാവിന് കസേര കൊടുത്തതിന്റെ അതിന്റെ ഒരു ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു നേതാവ് മറ്റൊരു പാർട്ടിയിൽ നിന്നും വന്ന് ഇത്തരം തൃശ്ശൂരിൽ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ യുവനേതാക്കളെ എല്ലാം പേടിയാണ്. ഇപ്പം VD സതീശനല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ ഇവർക്ക് പ്രോത്സാഹനം കൊണ്ടുവന്നത്. അത് നല്ലത് തന്നെയാണ്. കാരണം കോൺഗ്രസ്സിലെ നല്ലൊരു പങ്ക് കടൽക്കിഴവന്മാരെല്ലാം പടിയിറങ്ങുകയാണ്. മാറി നിൽക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർക്ക് വിലയേറി വരികയാണ്. ഇനി അവരായിരിക്കും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെയുള്ള പലരെയും അവിശ്വാസത്തിലെടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന നിര പിന്നെയും ഇറങ്ങും. ഇപ്പോൾ പ്രൊഫസർ PJ കുര്യനും പല കേസുകളിലൊക്കെ പെട്ടു നിന്നിട്ടുള്ളത് നമുക്കറിയാം. കേരളത്തിലെ വളരെ
വിവാദമായിരുന്ന സൂര്യനെല്ലി, ഇതിലെ PJ കുര്യന്റെ പേരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലും ഇമേജ് മോശമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പൂർവികരും കണക്കാണ്. മുല്ലപ്പള്ളി, സുധീരൻ ഇവരുടെയൊക്കെ പേരുകൾ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് മത്സരിക്കാനായിട്ട്. സുധീരന് ഇവർക്കിപ്പം തൃശ്ശൂരിലോ വർക്കലയിലോ കൊണ്ടുവന്ന് നിർത്താനാണ്, അല്ല കഴക്കൂട്ടവും ഒക്കെ ഒപ്പം പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പിന്നെ സന്ദീപ് വാര്യരെ പോലുള്ളവരുടെയൊക്കെ ഇടപെടൽ ഇത്തരത്തിൽ വരുമ്പോൾ അത് പാർട്ടിയെ ഒന്നുകൂടെ അതങ്ങ്, കാരണം സന്ദീപ് വാര്യർക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നൊരു ധാരണ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സന്ദീപ് ഇങ്ങോട്ട് ചാടി വരുന്നത്. അപ്പൊ അത് പാർട്ടിക്ക് ഗുണം ചെയ്തതായിട്ട് ഇവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കുന്നോ എന്ന് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത് തൃശ്ശൂരിൽ കാലുകുത്തി പോയേക്കരുത് എന്ന് പറഞ്ഞത്. ശരിയാണ്, കാരണം അത്തരത്തിലുള്ള ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ സന്ദീപ് വാര്യർ ആളായിട്ടില്ലല്ലോ. മത്സരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യര് നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഏതെങ്കിലും ലീഗിന്റെ സുരക്ഷിത മണ്ഡലത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ അല്ലേ, കോൺഗ്രസ്സുകാർ കാല് വരും. ഇത് തന്നെയല്ലേ മുരളീധരനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുരളീധരന് പിന്നെ തൃശ്ശൂരിൽ ദയനീയമായി പരാജയപ്പെട്ടില്ലേ, ഇപ്പം എങ്ങുമില്ലാത്ത സ്ഥിതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് മുരളീധരന് ഗുരുവായൂർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലം ലീഗിന്റെ സുരക്ഷിത ഇടങ്ങളിലേക്ക് പോകുന്നത്. കാരണം ലീഗിന്റെ വോട്ട് കറക്റ്റായിട്ട് ഈ കിട്ടും, എങ്ങും പോകത്തില്ല. ഇത്തരത്തിലുള്ള കാലുവാരലൊന്നും അവിടെ നടക്കത്തുമില്ല. പിന്നെ സന്ദീപ് വാര്യരും അത്തരത്തിലാണ് നോക്കി പോകുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ കണ്ടതല്ലേ, തുടക്കം മുതലേ പാണക്കാട്ട് തങ്ങളുടെ കുടുംബവുമായിട്ട് വലിയ ബന്ധമാണ് സന്ദീപ് വാര്യർ വെച്ച് പുലർത്തുന്നത്. ഇന്ദിരാഭവനിൽ വരുന്നതിന് മുമ്പ് പാണക്കാട്ടേക്ക് പോയ ആളാണ് സന്ദീപ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വിജയപ്രതീക്ഷ ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഒരു തമ്മിലടിയാണോ? എന്തായാലും 2026 UDF വരുമെന്ന് UDFന് ഒരു ധാരണ ഉണ്ടാകുന്നു. അതിനുശേഷം ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ ഒരു അടിയാണ്, ഒരു തൃശ്ശൂർ പൂരം തന്നെ നടക്കുകയാണ്. പക്ഷെ ഇപ്പൊ അവരുടെ പ്രതീക്ഷ മങ്ങിപ്പോയില്ലേ, എല്ലാവരുടെ പ്രതീക്ഷയും മങ്ങിപ്പോയി. കോൺഗ്രസിന്റെ സാധ്യത ഇല്ലാതാക്കി ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തില് രാജിവാങ്ങണം, ഹൈക്കമാൻഡ് ആവശ്യപ്പെടണം, രാജ്യം ഉണ്ടാവും. പക്ഷെ ചീഞ്ഞ് നാറി രാജ്യം ഉണ്ടാവും. അപ്പൊ അത്രയും കൂടെ ജനങ്ങളുടെ ഇടയിൽ ഇവരിലുള്ള അവിശ്വാസം കൂടി വരികയാണ്. ഇപ്പൊ AK ശശീന്ദ്രന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അപ്പോൾ തന്നെ രാജി വാങ്ങിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പൊ അത്തരത്തിൽ ചെയ്യണം ആദ്യം. അങ്ങനെ ഒരു തൻ്റെ ഇടം ഇപ്പോൾ VD സതീശനായാലും ചെന്നിത്തലയൊക്കെ കാണിച്ചാൽ നന്നായിരിക്കും. അത് ഇവർ മാത്രമായിട്ടല്ല, ഹൈക്കമാൻഡിൽ തന്നെ വരണം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമൊന്നും മാറ്റിയിട്ടൊന്നും കഥയൊന്നുമില്ല. അത് കോൺഗ്രസ്സുകാരന്മാരിലുള്ള ഒന്ന് മാത്രമാണ്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പൊ പാലക്കാട്ടെ ജനങ്ങളുടെ വിശ്വാസ്യത ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ വേറൊരാൾ വന്നാലും അത് വിശ്വാസത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ രാജിയായിരിക്കും അവർക്ക് നല്ലത്. അപ്പൊ സന്ദീപ് വാര്യര് വേറൊരു വഴി കൂടി ഇപ്പൊ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കി വെക്കുന്ന രീതിയിലാണ് ഇപ്പൊ തൃശ്ശൂരിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.